ഇന്നലെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ പളപയത്തു ജനങ്ങോടെ വീണേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ പളപയത്തു ജനങ്ങോടെ വീണേ. പാളയൻ്റെ കണ്ണും മണമൂക്കും തൊളയൻ വായും, പാളയൻ്റെ കണ്ണും മണമൂക്കും തൊളയൻ വായും, താനേ മുളച്ചും കൊമ്മാനേ കോലം പോലെ. ഇന്നലെ ഒരു സ്വപ്നം കണ്ടേ പളപയത്തു ജനങ്ങോടെ വീണേ. നമസ്കാരം. കേരള കോളിംഗ് എന്ന കേരളം കണ്ടതും കാണാത്തതുമായ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന എൻ്റെ യാത്ര തുടങ്ങും. പക്ഷേ അതിനിടയിൽ ഞാൻ എൻ്റെ ഒരു വളരെ വളരെ ഒരു എന്താണ് ജീവിതത്തിലൊരു വളരെ മനോഹരമായ ഒരു മുഹൂർത്തത്തിലൂടെ കടന്നുപോയി. ആ നിമിഷം ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അതായത് സൂചി ഒരിക്കലും തിരിച്ചു കയറത്തില്ല. സൂചി അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര തന്നെയുള്ളൂ, കറക്കുകയുള്ളൂ. അപ്പോൾ സമയം മുന്നോട്ട് തന്നെ പോവുള്ളൂ. ഇപ്പോൾ തിരിച്ചു പോവുക അസാധ്യമാണ്. പക്ഷേ നമ്മുടെ ഓർമ്മകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് തിരിച്ചു പോകാം. അങ്ങനെ തിരിച്ചു പോയ കുറച്ച് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുപോയി. ആ കടന്നു പോകലിനെ പ്രേക്ഷകരിലേക്ക് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ പഠിച്ചിറങ്ങിയത് തഴവ കരുനാഗപ്പള്ളി തഴവ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിത്യവിലാസം ബോയ്സ് ഹൈസ്കൂൾ. അവിടെ നിന്ന് 10ാം ക്ലാസ് പഠിത്തം കഴിഞ്ഞിറങ്ങി. അത് വർഷം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പ്രായം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് തൽക്കാലം വർഷം അറിയണ്ട. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളെ പലരെയും തിരിച്ച് ഞാൻ കണ്ടതിൽ എനിക്ക് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളിൽ ഒരാളുമായിട്ടുള്ള അല്പസമയം ചെലവഴിക്കണമെന്ന് തോന്നി. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ സുഹൃത്ത് എൻ്റെ ക്ലാസ്സിൽ നമസ്കാരം അവിടെ ഞാൻ പറയാം. എൻ്റെ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചു, ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വളർന്നു 15 വയസ്സ് വരെ. ഞങ്ങൾ കായിക രംഗത്തായിരുന്നു അന്ന് കൂടുതലും, കലാരംഗത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ. പക്ഷേ ഇത് മംഗളൻ എൻ്റെ ക്ലാസ്സിൽ എന്നോടൊപ്പം ഇരുന്ന് 10B ഡിവിഷനിലിരുന്ന് പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ ആളാണ്. അന്ന് കലയിലും കായിക രംഗത്തും എല്ലാം പ്രാവീണ്യം, പഠിത്തത്തിൽ വളരെ മോശമായിരുന്നത് കൊണ്ടും കലയിലും കായിക രംഗത്തും വളരെ പ്രാവീണ്യം നേടിയിരുന്നു. അന്ന് എല്ലാവരുടെയും കൈയടി നേടിച്ചു. മംഗളിൻ്റെ കൂടെ ഞാൻ മിമിക്രി പ്രോഗ്രാമിന് അമ്പലത്തിൽ വരെ പോയിട്ടുണ്ട്, അയാളുടെ അസിസ്റ്റൻ്റായിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന മംഗളിനെ വീണ്ടും കണ്ടപ്പോൾ അല്പസമയം ചെലവഴിക്കണമെന്ന് തോന്നി. മംഗളാ, നമസ്കാരം. പഠിക്കുന്ന സമയത്ത് ഭയങ്കര ബഹളം അലമ്പുമായിട്ട് നടന്നാൽ ഇപ്പോൾ പരമസാത്വികനായിട്ടും ഒരു സന്യാസിയെ പോലെ ഇരിക്കുന്നു. എന്താണ് ഈ മാറ്റം? ഒന്ന് അനുഭവങ്ങൾ, രണ്ട് നമ്മൾ വളരെ ചെറുപ്പത്തിൽ പഠിച്ച വാല്യൂസ്, നമുക്ക് ഒരുപാട് വാല്യൂസൊക്കെ തരുമായിരുന്നു ഇഷ്ടംപോലെ. അധ്യാപകർ വരുന്ന വാല്യൂസ്, നന്മ, ദയ, കാരുണ്യം, അതൊക്കെ വെറും എന്താണ് ജൽപ്പനങ്ങളാണെന്നുള്ളത് പ്രായോഗിക ജീവിത അനുഭവത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മൂല്യങ്ങളൊന്നും ഇല്ലെന്നാണോ? അല്ലല്ല, അങ്ങനെ മൂല്യങ്ങളില്ല എന്നുള്ളതല്ല. പക്ഷെ മൂല്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയത്തില്ലേ, വളരെ സിമ്പിളായിട്ട്, അതായത് കള്ളം പറഞ്ഞ് സന്തോഷിക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് ദുഃഖിക്കുക എന്നുള്ള ഒരു ഫിലോസഫി. ഇതാണ് അതിനകത്ത് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. എൻ്റെ കയ്യിൽ കിടന്ന് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ മരിച്ചിട്ടുണ്ട്. വയനാട് പെണ്ണൂർ കോളനിയിൽ എന്താണ് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ട് 4-5 ദിവസം. പക്ഷെ പിറ്റേ ദിവസം പത്രത്തിനകത്ത് വന്ന വാർത്ത കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയായി എന്ന് പറയുന്നൊരു വൈദ്യുതി. അതുകൊണ്ട് ഞാൻ ഈ വാല്യൂസിൻ്റെ വാല്യൂസിനെ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യബോധം നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ താടി, ഇതൊക്കെ. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തനാകാൻ പറ്റൂ എന്നുള്ള സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. എല്ലാവരും വഴിമാറി ചിന്തിക്കുന്ന ഒരാളാണ്. ഈ സ്കൂള് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പിന്നെ അന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ? സ്കൂള് കഴിഞ്ഞിട്ട് സാധാരണ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സുന്ദരിയായ ഭാര്യ, ഒരു വലിയ വീട്, ഒരു കാറ്, ഒരു വീട്, പിന്നെ എന്താണ് ഗേറ്റ് കൂർക്ക, പട്ടി, ബാങ്ക് ബാലൻസ്, കാറ്, വണ്ടി. ഇതൊരു സങ്കല്പം. ഇതാണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഇത്. ഇതല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഇതല്ല എനിക്ക് കിട്ടിയ ഒരു അനുഭവം. ഞാൻ ഈ എൻ്റെ നാട്ടിൽ നിന്ന് പോയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. എൻ്റെ നാട്ടിൽ മുഴുവനും ഞാൻ എങ്ങനെ ഒരു മിഡിൽ ക്ലാസ്, ഒരു വലിയ അപ്പർ ക്ലാസ്സിൽ, ഒരു അപ്പർ ക്ലാസ്
മിഡിൽ ക്ലാസ്, അതായത് അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് തരത്തിലുള്ള ആളുകൾ എങ്ങനെയാണോ ജീവിക്കുന്നത്, ആ ജീവിത മൂല്യങ്ങളായിരുന്നു എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത്. അതല്ല എന്താണ് ജീവിത പാഠം എന്നുള്ളത്. ഞാൻ എൻ്റെ യാത്രയിൽ പ്രത്യേകിച്ച് ഞാൻ ഈ വയനാട്, അട്ടപ്പാടി, ഈ കണ്ണൂർ, ഇങ്ങനെ കോളനികൾ, ഇപ്പോൾ ബംഗ്ലാദേശ് കോളനിയിലുള്ള വാല്യൂ സിസ്റ്റം അല്ല, ഒരു മൂല്യ സിസ്റ്റം അല്ല എന്താണ് അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങൾ. അതായത് കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു കുട്ടിയെ കെട്ടി, ആ കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മൂത്ത മോളുമായിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞ അക്ഷരം പഠിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ നേട്ടമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അക്ഷരം പഠിച്ചാൽ അറിവ് കിട്ടും. അറിവൊന്നും വേണ്ട, പക്ഷേ ഈ മലയിൽ 1 കിലോമീറ്റർ മുകളിലോട്ട് നടന്നിട്ട് 1 കിലോ കഞ്ചാവ് താഴെ കൊണ്ടുവന്ന് എനിക്ക് 3000 രൂപ കിട്ടുമെന്നാണ് കുഞ്ഞ് പറഞ്ഞത്. അപ്പം 3000 രൂപയും അറിവും തമ്മിലുള്ള ഒരു കാൽക്കുലേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടായി. അതാണ് ഒന്ന് പ്രത്യക്ഷത്തിലുള്ള ജീവിതവും, മറ്റൊന്ന് കാലാന്തരത്തിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. വളരെ അങ്ങ് സീരിയസ് ആയി പോയല്ലോ, വളരെ അങ്ങ് ഗൗരവക്കാരനായി പോയി. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും കിട്ടിയെന്ന് തോന്നുന്നു ഇത്ര ഗൗരവക്കാരനാണ്, ഇത്രയ്ക്ക് ഉദാത്ത ചിന്തയിലേക്ക് കടന്നു പോകാൻ. പക്ഷേ ഒരു ഭയങ്കര രസം. അതായത് വളരെ ചെറുപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കലാപരിപാടികൾ, എല്ലാ കോമഡി പരിപാടികൾ, മിമിക്രിക്ക് ഫസ്റ്റ്, നാടകത്തിന് ഫസ്റ്റ്, ഫസ്റ്റ്, സ്പോർട്സിന്, ആർട്സിനൊക്കെ ശരിയായിരുന്നു. അതൊരു നല്ല ഇതായിരുന്നു അതിൻ്റെ ഒരു. പക്ഷേ അവിടെ നിന്ന് ഒരു ചേഞ്ച് ആയിരുന്നു. അവിടുന്ന് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മലബാറിൽ പോയതിന് ശേഷമാണ് എനിക്ക് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഞാൻ ഈ സോമേന്ദ്രൻ പറഞ്ഞൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുണ്ട്, വളരെ അവിടുത്തെ കോളേജിൽ. അവിടുന്ന് വന്നിട്ട് അദ്ദേഹം സ്കൂളിൽ, നമ്മൾ പഠിച്ച സ്കൂളിൽ തന്നെ അദ്ദേഹം കയറി. അത് അവിടുത്തെ ഒരു വലിയ PT മാസ്റ്ററായിരുന്നു. ഞാനും അദ്ദേഹത്തോട് ഒരുമിച്ചായിരുന്നു പഠിക്കാനായിട്ട് പോയത്. അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ കിട്ടും. എനിക്ക് വലിയ സ്പോർട്സിൽ എനിക്ക് ശോഭിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു എനിക്ക് അവിടെ കിട്ടിയത്. സോമേന്ദ്രൻ സാറിന് അത്യാവശ്യം സഹോദരങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ആരുമില്ല. ഭക്ഷണമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ. അപ്പോൾ ഞാൻ ജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് രസകരമായ സംഭവം. ഒരു മിമിക്രി അവരുടെ അമ്പലത്തിൽ പട്ടിണി വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് കോളേജിൽ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ അവിടെ പിലാത്തിക്കുളം അമ്പലത്തിൽ ഒരു പരിപാടി, ഗാനമേള നടന്നു. അപ്പോൾ ഗാനമേള നടന്നപ്പോഴത്തേക്ക് അവിടുത്തെ വയലിൻ വായിക്കുന്ന ഗാനമേളർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവിടെ പരിപാടി കാണുന്നത് പറഞ്ഞ് കുറച്ച് സമയമുണ്ട്, ആ സമയത്ത് എന്തെങ്കിലും ഒരു മിമിക്രി കാണിക്കുക, എന്തെങ്കിലും പരിപാടി ചോദിക്കാൻ കൂടുതൽ സംഘാടകൻ തിരക്കാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരാളായിരുന്നു സംഘാടക സെക്രട്ടറി. അപ്പോൾ അതേ പറഞ്ഞ കൊല്ലത്തൊരു എന്ന് പറയുന്ന പയ്യുണ്ടോ, ആ മിമിക്രി കാണിക്കും എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കയറി. മിമിക്രി എന്തായാലും വിജയിച്ചു. അങ്ങനെ വെച്ചപ്പോൾ റിപ്ലീസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്ര എന്നെ കാണുകയും അവരെന്നെ വന്ന് വിളിക്കുകയും ഞങ്ങളുടെ ഗാനമേളയുടെ ഇടയിൽ മിമിക്രി പറയാവൂ എന്ന് ചോദിച്ചു വരികയും. അങ്ങനെ കോളേജിലെ വൈകുന്നേരം പ്രാക്ടിക്കൽ സെഷനാണ്. അപ്പോൾ വണ്ടി വന്ന് കിടക്കും, അവന്ന് പോകും. എനിക്കന്ന് 300 രൂപ, 200 രൂപ, 250 രൂപ കിട്ടും. എൻ്റെ ജീവിതം പരമസ്വർഗമായി. അതിനുശേഷം അതിൻ്റെ ട്രൂപ്പിൻ്റെ മാനേജർ ശ്രദ്ധാ മാറ്റി. അദ്ദേഹം ഒരു സോഷ്യൽ വർക്കറാണ്. അദ്ദേഹം കോഴിക്കോട് രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രോജക്റ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് അവിടെ ഒരു ജോലി തരിക. അങ്ങനെ ഞാൻ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. ഇതായിരുന്നു എൻ്റെ ഒരു വഴിത്തിരിവ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ പ്രശ്നം എന്താ, ഈ ഒരു ചെറിയ ഡിഗ്രി കൊണ്ട് അവിടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. ഈശ്വരസഭാച്ചന്മാരുടെ ഒരു കോൺഗ്രേഷനിൽ കോൺടാക്ട് ചെയ്തിട്ട് നയനാമ്പളം, കോഴിക്കോട് നയനാമ്പളം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ സെക്രട്ടറിയായിട്ട് തന്നെ നിയമിക്കുകയാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ അവിടെ ഹൈലി എഡ്യൂക്കേറ്റഡ് അവരാണ്. നമുക്ക് അവിടെ ഒരു രക്ഷയില്ല. ഈ 10ാം ക്ലാസ് പാസ്സായിട്ട് അല്ലെങ്കിൽ CPAT പാസ്സായിട്ടൊന്നും വലിയ കാര്യം. അങ്ങനെ എനിക്ക് CPAT ആദ്യത്തെ വർഷം ഞാൻ തോറ്റുപോയി. സോമേന്ദ്രൻ സാർ ജയിച്ച് ഇവിടെ ജോലിയും മേടിച്ച് ഞാൻ തോറ്റും പോയി. പക്ഷേ രണ്ടാമത് എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു പേപ്പറാണ് എനിക്ക് പോയത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ പേപ്പർ ഞാൻ രണ്ടാമത് എഴുതി, ഞാൻ പാസ്സായി. പക്ഷേ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് എൻ്റെ മനസ്സിനകത്ത് ഇതുപോലെ കിടക്കുക. എന്തായി സാധനം? ഡിഗ്രിക്ക് ഞാൻ BA എടുത്ത്, BA മലയാളം എടുത്തിട്ട് B.Ed എടുത്തു. B.Ed എഴുതിയിട്ട് പിന്നെ ഞാൻ MA സൈക്കോളജി, ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി കയറിയാണ്. അങ്ങനെ സൈക്കോളജി പാർട്ട് ടൈമായിട്ട് ഞാൻ പാസ്സായി. അതിനുശേഷമാണ് ഈ മനുഷ്യരുടെ റിയൽ ലൈഫ്, ഇമോഷണൽ ലൈഫ് ഒക്കെ ആയിട്ടുള്ളൊരു മനസ്സിലാക്കാൻ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു സീരിയസ് ആയിട്ട്. അതെ, വളരെ സീരിയസ് ആയി പോകുന്നു നമ്മുടെ സംസാരം. നമുക്കൊരു ഒരു പാട്ട് പാടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യണം. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ, പളഭയത്തുരണങ്ങോടെ വീണേ. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടേ, പളഭയത്തുരണങ്ങോടെ വീണേ. പാളയൻ്റെ കണ്ണും മണമൂക്കും തൊളയൻ വായും, പാളയൻ്റെ കണ്ണും മണമൂക്കും തൊളയൻ വായും, താനേ മുളച്ചും കൊമ്മാനേ
ഒരു കോലം പോലെ ഇന്നലെ ഒരു ചുപ്പനം കണ്ടേ പളപയതു ജനമുട വീണേ ജീവിതത്തിൽ ഈ പാട്ടിന്റെ സ്വാധീനം എത്ര? ഈ പാട്ടിന്റെ ഇത്തരം പാട്ടുകളുടെ സ്വാധീനം ജീവിതത്തിൽ? ഇപ്പോഴത്തെ പാട്ടിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇടപെട്ടത് ഞാൻ എംബ്രേക്രൈസ്റ്റ് ചിന്താഗതിയാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ എംബ്രേക്കർ ചിന്താഗതി വളരെ ഒരു 30 വയസ്സപ്പോഴാണ് ഞാൻ എംബ്രേക്കർ ചിന്തയിലേക്ക് ഞാൻ മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും ദലിത് കോളനികൾ അല്ലെ ആദിവാസി കോളനികൾ അങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളുമായിട്ടായിരുന്നു എൻ്റെ കോൺടാക്റ്റും ബന്ധങ്ങളുമെല്ലാം. അപ്പോൾ അവരുടെ ഉന്നമനങ്ങൾ, അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഏറ്റവും ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഷാർപ്പ്, എന്നാൽ അവർ വളരെ നല്ല മനുഷ്യരാണ്. അവരുമായിട്ടുള്ള സംസർഗത്തിൽ നമ്മൾ ബൗദ്ധികമായ മാനസികമായിട്ടുള്ള നമ്മളെ വളർച്ചയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ അതോ ദോഷം ചെയ്തിട്ടുണ്ടോ? അയ്യോ എൻ്റെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ രഞ്ജിത്ത് എന്നോട് ചോദിച്ചു മംഗളാസ് ഭയങ്കര സീരിയസ് ആയിപ്പോയില്ലേ എന്താ ഇങ്ങനെ രഞ്ജിത്ത്? കാരണം പണ്ടുള്ളവ അങ്ങനെ എന്നെ ഒരുപാട് മാറ്റിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം മേഖലയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും. കാരണം ഒരു ആർട്ട് പോയി ഒരു ദളിത് ആർട്ട് എന്ന് പറയുന്ന ഒരു വല്ലാത്ത മേഖലയാണ്. പാട്ടുകൾ, കളികൾ, നാടൻ പാട്ടുകൾ ഇന്ന് വേണ്ട ഭയങ്കര റിസോഴ്സ്ഫുള്ളാണ്. പക്ഷെ അതാരും ഇത് എഴുതി പിടിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ MDയുടെ കാലഘട്ടത്തിൽ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു ഗൃഹാതുരത്വം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് MDയുടെ കാലത്ത്. പക്ഷേ ഇത് 40 1810 ഈ മലയാളി സമാജം എന്ന് പറഞ്ഞ സമാജം ഇവിടെ വരികയുണ്ടായി. അവർ ചെയ്തിട്ട് ഇവിടുത്തെ ശൂദ്ര കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയുടെ ജീവിത രീതികളും ജീവിത ബോധങ്ങളും ഇതൊരു കൾച്ചറൽ ക്യാപിറ്റലൊക്കെയുണ്ട്. ചരിത്രത്തിലായാലും സംസ്കാരത്തിലായാലും മറ്റ് സാമൂഹ്യ തലത്തിലായാലും സാംസ്കാരിക തലത്തിലും എല്ലാം ആ കൾച്ചറൽ ആസ്പെക്റ്റാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു നവോത്ഥാന മൂല്യത്തിൽ നിന്ന് ഉയർന്നു വന്നാൽ കീഴാള തലത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ട് മൂല്യങ്ങളല്ല അവർ ആക്സെപ്റ്റ് ചെയ്തത്. പകരം എന്ത് ചെയ്തു? ഈ പറയുന്ന വിഭാഗത്തിൻ്റെ ശൂദ്ര കമ്മ്യൂണിറ്റിയുടെ വിഭാഗത്തിൻ്റെ കൾച്ചർ, അത് ഹിസ്റ്ററി ആയാലും ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ഉദാഹരണത്തിന് ഉത്തമ പുരുഷൻ്റെ ലക്ഷണങ്ങൾ എന്താ എന്ന് എന്നോട് സാറ്, പക്ഷെ ഇന്ന് എന്നോട് ഉത്തരം പുരുഷൻ്റെ അവലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഉത്തമ പുരുഷനും കുംഭ, ചെവിയിൽ പൂട ഇതൊക്കെയാണ് പറയുന്നത്. പറഞ്ഞ ഒരു ബ്രാഹ്മണൻ്റെ ആണ് ഈ പറയുന്നത്, അയാൾ ഉത്തമ പുരുഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അർണോൾഡിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അർണോൾഡിൻ്റെ ബോഡി സ്ട്രക്ചറൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പെടുത്തി പറഞ്ഞാൽ ഇത് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വാല്യൂസ് എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകതയെന്ന് നമ്മൾ പറയുന്നത്. ഈ ദ്വന്ദ്വാത്മകതയെ കരുതി നമ്മൾ സൗന്ദര്യ സങ്കല്പങ്ങൾ പോലും ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സുന്ദരിയായ സ്ത്രീയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? വയലാറിൻ്റെ അതായത് 40 വയലാറിൻ്റെ ഗാനങ്ങൾ വരുമ്പോഴേ ഈ സൗന്ദര്യ സങ്കല്പങ്ങൾ ഹിന്ദുത്വ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ടു വരുന്നത്. അതായത് ഈ ശാകുന്തളയുടെ സങ്കല്പങ്ങൾ ഇങ്ങനെ പി ഭാസ്കരനൊക്കെ എഴുതുന്ന സമയത്ത് ഗ്രാമീണ തലത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ വരികയും, എന്നാൽ ഈ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് വിപ്ലവ ഗാനങ്ങൾ എഴുതുമ്പോഴും ഭയങ്കര രസകരമായ സംഭവം. അതായത് ഹിമഗിരി കൊടികൾ ഉയർത്തി നീന്തി നടക്കും ഗംഗൈ പിരിഞ്ഞ താമര ആ താമര എന്നത്തെ പ്രശ്നം മനസ്സിലായോ? അത് അവർ പറഞ്ഞതാ, ഈ താമര എന്നത്തെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, അതായത് ഈ ഹിന്ദുത്വ ഫിലോസഫി എന്ന സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങളല്ല ദളിത്, പ്രത്യേകിച്ച് ആദിവാസി കൾച്ചറൽ സൗന്ദര്യം. അതിനെ ബ്ലാക്ക് കൾച്ചർ എന്നാണ്. അതിനെ ബ്ലാക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി മാറ്റാം, ഒരു കൾച്ചറൽ ക്യാപിറ്റലാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു അന്വേഷണവും നമ്മുടെ ഭാഗത്ത്. അതുകൊണ്ടാണ് ഈ സീരിയസ്നെസ് ഒക്കെ അതേ വരുന്നത്. അപ്പം ഞാനെപ്പോഴും നാടൻ പാട്ടുകാരുടെ വലിയ ശത്രുവാണ്. കാരണം ഞാൻ പാട്ടുകളുടെ വൈബ്രേഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും അതെന്താണെന്ന് മനസ്സിലായി. അത് തകഴിയിലൊരു അപ്പൂപ്പൻ വഴിയാണ് എനിക്കത് മനസ്സിലായത്. അത് ഉദാഹരണ സഹിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉദാഹരണ സഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്ന ആളുകളെ എന്തൊരു അതല്ല ഈ സാധനം ഭക്ഷണം കഴിച്ച് പാടുന്നതല്ല. അതിലാണ് ഇതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോ ഭക്ഷണം കിട്ടാത്തപ്പോൾ പാടുന്നതാണ്. ഭക്ഷണം കിട്ടാത്തതിന്റെ അല്ല. കാരണം ഒന്നൊരു ബ്രാഹ്മണരും ചണ്ടാളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബ്രാഹ്മണൻ പൂവും പുഷ്പവും, ചണ്ടാളൻ ഇറച്ചി കഴിക്കും. ഇതാണ് പ്രശ്നം. ഇത് രണ്ട് സംസ്കൃതിയാണ്, രണ്ട് സംസ്കാരം എന്നുള്ളത് കാണുന്നില്ല. ഒന്നും ആഠ്യതയും രണ്ടും മിളച്ചതയും ഇങ്ങനെ അതിനെ കാണുന്നത്. അതല്ല അതിൻ്റെ കറക്റ്റ് കാര്യം. രണ്ട് സംസ്കാരം എന്നാരും കാണുന്നത്. ഇന്ത്യൻ ഒരു ക്ലാസിഫിക്കൽ തലത്തിലുള്ള ഒരു
എന്താണ് ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി ഇത് അങ്ങനെ പറയുന്നില്ല. ഒരു ഗ്രേഡിൽ നിന്ന് മറ്റൊരു ഗ്രേഡിലേക്ക് നമുക്ക് മാറ്റണം. പ്രഥമ പൗരനാണ് ആര്, നമ്മുടെ കയറുന്നവരാണ് ആയിരുന്നു. പക്ഷെ പരവൻ എന്നുള്ള പേര് മാറ്റാൻ പറ്റത്തില്ല, കാരണം അയാളെ എപ്പോഴും പിന്തുടരുക, അയാൾക്ക് അതിനകത്ത് മാറാൻ പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. പരവൻ എന്നുള്ളത് തെങ്ങേറ്റക്കാരനാണ്, ആ പേര് മാറ്റാൻ പറ്റത്തില്ല. അതൊരു ഗ്രേഡ് ഇക്വാളിറ്റിയാണ്, ബിംബമായിട്ട് നിൽക്കുന്ന. അപ്പോൾ മുകളോട്ട് പോകുമ്പോൾ ആട്ടിയും താഴോട്ട് വരുന്നത് ഗ്ലാഷറിയാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ലംബതയിൽ ഒരു ഗ്രേഡിൽ നിന്ന് മറ്റൊരു ഗ്രേഡിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ പപ്പടം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ആ പപ്പടം ഉണ്ടാക്കുന്ന തലത്തിൽ നിന്നേ പോകാൻ പറ്റില്ല, അതിനപ്പുറത്ത് നായറിലേക്ക് പോകാൻ പറ്റത്തില്ല, അവർ മാറാൻ പറ്റത്തില്ല. പരവൻ എന്നുള്ള പേര് മാറ്റാൻ പറ്റത്തില്ല. ഇനി അതേ മാറാമെന്ന് വിചാരിച്ചാൽ പോലും കോട്ടയക്കാർ സമ്മതിക്കത്തില്ല. അങ്ങനെ അല്ല, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഈ കേരള ഹിസ്റ്ററി പരിശോധിച്ചു, ദളിത്, ആദിവാസി, മത്സ്യത്തൊഴിലാളി, ദളിതർ, കുട്ടികൾ ഇല്ലല്ലോ ചരിത്രത്തിന് ഉള്ള എല്ലാം രാജാക്കന്മാർ മാത്രം. ഇതെങ്ങനെ ഉണ്ടായി ചരിത്രം? പറയുന്ന ഇതാണ്. തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, തെളിവില്ലെന്ന്. ഇവരെല്ലാം കൂടെ 40% നമ്മുടെ എന്താണ് ഈ പറയുന്ന വിഭാഗങ്ങളല്ലേ കേരളത്തിലുള്ള. എന്നിട്ട് പോലും ന്യൂനപക്ഷമായ വിഭാഗത്തിൻ്റെ ചരിത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ചരിത്രങ്ങളാണ് ഞാൻ പഠിച്ചത്. അതിനകത്തൊന്നും ഞാൻ ചരിത്രം യഥാർത്ഥത്തിൽ തലതിരിച്ച് വെക്കുക എന്നുള്ളതാണ് എൻ്റെ എഴുത്ത്. യഥാർത്ഥത്തിൽ 32 വില്യങ്ങൾ ഗ്രാമങ്ങൾ വന്ന് വടക്കും തെക്കോട്ട് വന്ന് അതല്ല, കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് വരിക എന്നുള്ളതാണ്. കിഴക്കുന്ന് പടിഞ്ഞാറ്, അതാണ് പുറനാറിനകത്ത് പറയാനുള്ള ചില കാര്യം. കിഴക്കുന്ന് താഴോട്ട് വരികയാണ്. ഇതായിരുന്നു ചരിത്രം യഥാർത്ഥമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹകരിക്കാതെ 7. പക്ഷേ ഇതിനകത്ത് 10 കട്ടയാണ്. നാട്ടിൻപാട്ടിനകത്ത് 10 10 കട്ടയാണ്. അതായത് ശംഖ് ഇറക്കിയാണ് ഈ ഇത് പഠിക്കുന്നത്. ഓത്ത് പഠിച്ച് ബ്രാഹ്മണന്മാർ ഞങ്ങൾക്ക് ശംഖ് ഇറക്കിയ, ഈ ശംഖ് ഇറക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. ശംഖ് 12 രാശിയായതിനൊക്കെ 12 രാശി. ഞങ്ങളുടെ രാഗത്തിൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ 12 രാഗങ്ങളാണ് ഞങ്ങൾക്കുള്ളത്, 12 ശബ്ദങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഈ ശബ്ദം കറക്കുമ്പോഴത്തേക്ക് ജൂൺ മാസം, ഓരോ രാശിക്ക് ഓരോ മാസങ്ങളാണ്. ജൂൺ മാസത്തിൽ വീഴുമ്പോൾ ആ ശംഖിൻ്റെ പുള്ളിയും പോലും നോക്കി ഇയാൾ പാമ്പ് കടിച്ചാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാരണവന്മാർ കറക്റ്റായിട്ട് പറയും. ഇത് ഞങ്ങളുടെ മിത്തും ഞങ്ങളുടെ ദൈവിക സങ്കല്പവും ഞങ്ങളുടെ ജീവിതശാസ്ത്രം. ഈ ശാസ്ത്രത്തെയാണ് അധർമ്മകല എന്ന് പറഞ്ഞിട്ട് മനുഷ്യർ ഇത് അധ്വാനത്തിൻ്റെ പാട്ടാക്കി മാറ്റി. അല്ല, ഒരു കുഞ്ഞ് ജനിച്ച് മരിക്കുന്നിടം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കൾച്ചറും ഞങ്ങളുടെ പാട്ടുമാണ്. അത് നാടൻ പാട്ടെന്നല്ല ഞങ്ങളതിന് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാട്ടാണ്. ഞങ്ങൾ അങ്ങനെ അതിനെ കാണുന്നത്. ഞങ്ങളുടെ പാട്ടിൻ്റെ ഓരോ ശബ്ദങ്ങളും എടുക്കും. ഇപ്പോൾ 2.5 കട്ട, ഒരു കട്ട എടുക്കുക നമുക്ക് പറയാം. അനാലിസിസ് ചെയ്തു നിങ്ങൾ പാടിക്കുക. ഏത് കേരളത്തിലെ ഏത് പാട്ട് വേണമെങ്കിലും എടുത്തു. വ്യത്യസ്തമായ ശീലം, 300ഓളം വൈവിധ്യമായ ശീലുകളുണ്ട്. ശീലുകളിലെ ഇവിടുത്തെ കേരളത്തിൽ മനോഹരമായി പാടുന്നത് മങ്ങാട്ട് ശീല പാട്ടാണ്. മങ്ങാട്ട് ശീലെന്ന് പറയും. ഇപ്പം കുട്ടപ്പൻ സാറൊക്കെ പറയും തെക്കൻ ശീലുകൾ എന്ന് പറയുന്നത്, തെക്കൻ ശീലുകൾ എന്ന് പറയും. അതെല്ലാം കുട്ടനാടൻ ശീലുകളായി പാടുന്ന പാട്ട്. കുട്ടനാടൻ ശീല കോട്ടയം മുതൽ ഇങ്ങോട്ടുള്ള ഇത് പറയുമ്പോൾ സംസ്കൃതത്തിൽ ഇറച്ചി കൂടുതൽ കഴിയും, ഭക്ഷണത്തിന് എരിവ് കൂടുതലാണ്. അതുകൊണ്ട് എരിവ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഇതാണ്. പക്ഷേ മങ്ങാട്ട് ശീലം എന്ന് പറഞ്ഞാൽ അതിൽ എരിവ് കൂടുതലൊന്നുമില്ല. ഇപ്പം മണിയുടെ പാട്ടുകൾ എടുത്തു, നിങ്ങൾ ഏത് പാട്ടുകൾ എടുത്തു, ആ പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ എരിവില്ല, എരിവില്ലാത്ത പാട്ടുകളാണ്. എന്താണ് എൻ്റെ ചെറുമനും കള്ളു കുടിക്കാൻ, നിന്റെ ചെറുമനും കള്ളു കുടിക്കാൻ എന്നിട്ടെന്തേടി നമ്മൾ. പക്ഷേ തെക്കോട്ട് എന്തെന്തോ ജനതിന്തോ യാതിനെന്തോ ഉണ്ടോ ജനതിന്തോ യാതിനെന്തോ അപ്പിന്തോ തിന്തോ തിന്തോ ജനതിന്തോ. 2.5 കട്ട പാട്ടാണിത്. ആടാടോ ആടാടോ പെണ്ണ ആട്ടുകുഴലി ഉണ്ടോ, 2.5 കട്ട. ആടോ ആട്ടോ പെണ്ണ ആട്ടുകുഴലി തലയാട്ടോ ആട്ടോ ഞാൻ കണ്ടു പഠിച്ച്. ഇതല്ല താരാട്ട് പാട്ടെന്ന് പറയുന്നത്. ഒറ്റക്കെട്ടപ്പാട്ടാ. ഇതല്ല മങ്ങാട്ട് ശീലം എന്ന് പറയുന്നത്. മങ്ങാട്ട് ശീലം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതല്ല ആദിവാസി ശീലം എന്ന് പറയുന്നത്. ആദിവാസി ശീലം എന്ന് പറയുന്നതിന് കട്ടകളൊന്നുമില്ല, വളരെ മയത്തരമുള്ള ഇതാണ്. എന്താണ് ഒരു എതളിൻ്റെ ഒരു ഇലയുടെ എതള് പോലെ ഒരു ഈ ഇളം കതിരിൻ്റെ ഇല പോലുള്ള പാട്ടുകളാണ് അവരുടെ. അവർ പാടുന്ന പാട്ടുകളൊക്കെ തന്നെ ഭയങ്കര സിമ്പിൾ പാട്ടാണ്, നല്ല രസമാണ്. ഞാൻ ഒരു പാട്ട് പറയാൻ പറഞ്ഞു.